പ്രസിഡന്റ് ഇലക്ഷനിൽ കമലാ ഹാരിസ് പരാജയപ്പെടുത്തുന്നതിനൊരു കാരണം അവരുടെ ആ ഒരു അവലക്ഷണം പിടിച്ച ഒരു ചിരിയാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എൻ്റെ വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാട്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ആവശ്യമില്ലാത്ത സമയത്തൊക്കെ അവർ ആഹാ എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് വാ തുറന്നങ്ങ് ചിരിക്കും. അപ്പോൾ ഇപ്പം അവരൊരു വിശദീകരണം കൊണ്ടുവന്നിരിക്കുകയാണ്. അത് സെക്സിസ്റ്റാണ്, അങ്ങനെ അവരെ കളിയാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവരെ വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് സെക്സിസമാണ്. അതായത് വനിതകളോടുള്ളൊരു വെറുപ്പാണത് കാണിക്കുന്നതെന്നാണ് അവർ പറയുന്ന ന്യായം. ഈ വനിതകൾ പിന്നെ ഉച്ചത്തിൽ സംസാരിക്കരുത്, ഉച്ചത്തിൽ ചിരിക്കരുത്, മറ്റാരും കാണാതെ വേണം ചിരിക്കാനും പിന്നെ സംസാരിക്കാനും. അല്ലെങ്കിൽ പിന്നെ അവരെ ഒരു കാര്യത്തിലും ഈ പുരുഷന്മാരെ പോലെ തുല്യമായിട്ട് പെരുമാറാൻ പാടില്ല, അത് മോശമാണ്. അങ്ങനെയുള്ള ആ ഒരു ചിന്താഗതിയാണ്, അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ തൻ്റെ ചിരിയെപ്പറ്റിയുള്ള വിമർശനം എന്നാണ് പറയുന്നത്. എന്തായാലും അവർ ഈ വിമർശനത്തിൽ നിന്ന് അവർ പാഠം പഠിച്ചിട്ടില്ല എന്ന് വ്യക്തം. ആവശ്യമില്ലാത്ത സമയത്ത് ആവശ്യമില്ലാത്ത ചിരിക്കേണ്ട കാര്യമില്ല എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. അങ്ങനെ ചിരിക്കുന്നവരെ നമ്മൾ മറ്റു പേരുകളിലാണ് പറയാറുമുള്ളത്. എന്തായാലും അത് വലിയ ആ ചിരി വളരെ കാര്യപ്പെട്ട കാര്യമാണെന്നാണ് അവർ പറയുന്നത്. ആയിക്കോട്ടെ, ഇനിയിപ്പോൾ നമ്മൾ എതിർക്കുന്നില്ല. എന്തായാലും ഇനിയിപ്പോൾ അവർ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആകുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാലിഫോർണിയയിൽ നിന്നുള്ള സുന്ദരൻ, അതായത് സുന്ദരൻ എന്ന് പറഞ്ഞ് നമ്മുടെ ഗവർണറെ പറ്റിയാണ്, ഗാവിൻ ന്യൂസം, അദ്ദേഹമാണിപ്പോൾ മുൻനിരയിൽ നിൽക്കുന്നത്. അത് സുന്ദരൻ എന്ന് ആരോ ആണ് വിശേഷിപ്പിച്ച് അദ്ദേഹത്തെ ആ വഴിക്ക് അടുപ്പിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇവരെല്ലാം ആ തീവ്ര ഇടതുപക്ഷം പറയുന്നത് അതാണ് നമുക്ക് അസഹനീയമായിട്ട് തോന്നുന്നത്. എന്തിനാണ് ഒരു വയാമീഡിയ ഒരു മധ്യവർത്തികളായിട്ട് നിന്നുകൊണ്ട് അമേരിക്കയെ കാണാനായിട്ട് ഇവർക്ക് കഴിയില്ലേ? ഇപ്പം കമലാ ഹാരിസൊക്കെ ജഡ്ജി ബ്രെറ്റ് കാവന അദ്ദേഹത്തെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്ത് നമ്മൾ കാണുകയുണ്ടായി. അന്ന് അവർ സെനറ്ററായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ക്രിസ്ത്യൻ കാത്തലിക് പശ്ചാത്തലത്തെയൊക്കെ ഇവരെ എടുത്തിട്ട് അലക്കുന്നത് അതെന്തോ ഭയങ്കര കുറ്റകൃത്യമാണ്, ക്രൂരകൃത്യമാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഇവരും ക്രിസ്ത്യാനിയാണ്. മറ്റ് സഭകളിലൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഏകദേശം അറിയത്തില്ലാത്ത ഒരാളല്ല. എന്നാൽ കൂടി ആ ഒരു തീവ്ര നിലപാടുകൾ ഇപ്പം ഒബാമയുടെ കാലത്ത് ബ്രൗൺ യൂണിവേഴ്സിറ്റിയിൽ ഏതോ യൂണിവേഴ്സിറ്റി ചെന്നപ്പോൾ അവിടെ ക്രിസ്തുവിൻ്റെ പ്രതിമ ഇരുന്നത് അത് തുണിയിട്ട് മൂടി. കാരണം ആ പ്രതിമ ഈ ടി വിയിലൊക്കെ കണ്ടുപോയാൽ അത് പൊളിറ്റിക്കലി കറക്റ്റല്ല, അത് ഭയങ്കര മോശമായി, സെക്യുലറിസത്തിന് പറ്റില്ല. അപ്പോൾ ആ രീതിയിലുള്ള ചിന്താഗതികൾ, ആ രീതിയിലുള്ള തീവ്ര ചിന്താഗതികൾക്ക് നേരെ കിട്ടിയ ഒരു ടോർപിഡോയാണ് ഈ ട്രംപിൻ്റെ വിജയം. ട്രംപ് വന്നു നേരെ ഇവർക്കിട്ടെല്ലാം നേരെ തിരിച്ചടിക്കുന്ന ഒരവസ്ഥ വന്നു. അപ്പോൾ ആ ഒരു മധ്യവർത്തി നയം എങ്ങനെയാണ് അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടു പോയത്? അവിടെയാണ് ആ മധ്യവർത്തി നയമാണ് എപ്പോഴും നിലനിൽക്കുന്നതും. അതിനു പകരം ഒന്നുകിൽ തീവ്ര വലതുപക്ഷം അല്ലെങ്കിൽ തീവ്ര ഇടതുപക്ഷം, ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അപ്പോൾ ഇടതുപക്ഷം എന്ന് പറയുമ്പം നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷമല്ല, ഇവിടെ ഈ സാമൂഹിക കാര്യങ്ങളിലുള്ള ഇടതുപക്ഷം. നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷം എന്നുദ്ദേശിക്കുന്ന ഒരു സാമ്പത്തിക കാര്യങ്ങളിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ഉദ്ദേശിക്കുന്ന ഒരു സാമ്പത്തിക നയങ്ങളിലുള്ള ഒരു ഇടതുപക്ഷ നിലപാട്. നേരെ മറിച്ച് സാംസ്കാരിക കാര്യങ്ങളിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടി മറ്റെല്ലാവരെയും പോലെ തന്നെ കൺസർവേറ്റീവാണ്. ഒരു വ്യത്യാസവും അവിടെയുമില്ല. അവിടെ ഇല്ല. ഇവിടെ നേരെ മറിച്ച് അങ്ങനെയല്ല. സാംസ്കാരിക കാര്യങ്ങളിൽ ഇടതുപക്ഷ നിലപാടുകൾ, ഈ LGBTQ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അതിനെയെല്ലാം അതിനെയെല്ലാം തുണയ്ക്കുക. അതുപോലെ തന്നെ സ്വവർഗ വിവാഹം അതിനുവേണ്ടി വാദിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഏതായാലും പ്രസിഡന്റ് ട്രംപ് ചെയ്ത മറ്റൊരു നല്ല കാര്യം എനിക്ക് തോന്നുന്നത് ഈ കുട്ടികളുടെ ജെൻഡർ മാറ്റം. അവരെ ഇപ്പോൾ ആണായിട്ട് ജനിക്കുന്ന കുട്ടിയെ പെണ്ണാക്കി മാറ്റുക, പെണ്ണായി ജനിക്കുന്നതിനെ ആണും പെണ്ണും കെട്ടതാക്കുക. ഈ പരിപാടി നടക്കുന്നുണ്ടല്ലോ മെഡിക്കലി. അവർക്ക് പ്യൂബർട്ടി ബ്ലോക്കേഴ്സ് അല്ലെങ്കിൽ ഓപ്പറേഷൻ, ഇതൊക്കെ മുഖേന ഇത് വീട്ടുകാരെ അറിയിക്കുക പോലും ചെയ്യാതെയാണ് ചില ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നത്. അതുപോലും ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല എന്നാണ് നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഏതെങ്കിലും ആശുപത്രികൾ ഇങ്ങനെ ഈ ജെൻഡർ അഫേമിങ് ചികിത്സ, ഈ ജെൻഡർ മാറ്റാനായിട്ടുള്ള ചികിത്സ കൊടുത്താൽ അവർക്ക് ഫെഡറൽ സഹായം എല്ലാം നിഷേധിക്കും. അവരെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല. അവർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് ഇപ്പം നമ്മുടെ RFK ജൂനിയർ ഈ ഹ്യൂമൻ സർവീസസിൻ്റെ സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത്. ട്രംപ് ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത് വളരെ ഒരു നല്ല കാര്യം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ട്രംപിൻ്റെ പല കാര്യങ്ങളോടും എനിക്കിഷ്ടമില്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളോട് വളരെ താല്പര്യമാണ്. ഈ ചെറിയ പിള്ളേരെയൊക്കെ പിടിച്ച് അവരെ അവരുടെ ലിംഗമാറ്റം നടത്തുക എത്രയോ ക്രൂരമായ ഒരു കാര്യമാണ്. നമുക്കറിയാം ഈ മൂന്നാം ജെൻഡർ എന്ന് നമ്മൾ പറയാറുള്ളത്, അതായത് പുരുഷനോ സ്ത്രീയോ അല്ലാതെ ജനിക്കുന്ന ആളുകൾ എത്രയോ ചുരുക്കമായിട്ടുള്ള ആളുകളാണ്, വളരെ ചുരുക്കമായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം. അവരെ നമ്മൾ മാറ്റി നിർത്താനോ അവരെ കൊച്ചാക്കാനോ ഒരിക്കലും ശരിയല്ല.
ഒരു തത്വശാസ്ത്രവും അത് പറയുന്നില്ല എന്നല്ല. പക്ഷേ അതിനു പകരം ഇതൊരു പ്രസ്ഥാനമാക്കി മാറ്റുമോ, ധാരാളം പേര് ഇതെന്തോ ഒരു ഭയങ്കര സംഭവമാണെന്ന് ചേർന്ന് ആ വിഭാഗത്തിൽ പെടുക, അതിനു വേണ്ടിയിട്ട് ചികിത്സകൾ നടത്തുക. അപ്പോൾ അത് നിർത്തിയെന്ന് പറയുന്നത് അമേരിക്കയുടെ ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഈ മൂന്നാം ജെൻഡറിനെ സൃഷ്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ശാരീരികമോ മാനസികമായ പ്രശ്നങ്ങൾ പിന്നെ രീതി കൊണ്ട് അവർ വ്യത്യസ്തരാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, നമുക്കെന്താണ് പ്രശ്നമായിരിക്കുന്നത്. പക്ഷേ ഒരു പ്രസ്ഥാനമാക്കി മാറ്റുക, പിന്നെ അവിടെയാണ് നമുക്ക് എതിർപ്പ് വരുന്നത്. അപ്പോൾ ഈ LGBTQ എന്നുള്ളത് വലിയൊരു പ്രൈഡ് സംഭവമാണെന്ന്. എന്തോന്ന് പ്രൈഡ്? ഒന്നുമില്ല. അതൊരു ഈ തീവ്ര ഇടതുപക്ഷം കാണിക്കുന്ന ഒരു വൃത്തികേട് പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ പിന്നെ ട്രംപിൻ്റെ ആ നിലപാട് അതിശക്തമായിട്ട് ഞാനും അനുകൂലിക്കുന്നു. അത്രേ എൻ്റെ അറിവ് വെച്ചത് ഹീനമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുട്ടികളെയൊക്കെ പിന്നെ ആണും പെണ്ണും കെട്ട രീതിയിൽ വളർത്തിയെടുക്കുക, അതല്ല അവർക്ക് ചെറിയ മാനസിക പ്രശ്നം കൊണ്ട് അതിന് ചികിത്സ കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണ് നോർമലായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, നമ്മുടെ തുളസി ഗബാർഡ് പിന്നെ നാഷണൽ ഇൻ്റലിജൻസ് ഡയറക്ടറാണ്. അപ്പോൾ അവരാണ് കോൺഗ്രസ്സിലെ ആദ്യത്തെ ഹിന്ദു അംഗം. അതുപോലെ തന്നെ ഹവായി നേറ്റീവാണ്. അവിടുത്തെ നേറ്റീവ് വംശജയാണ്. അപ്പോൾ അവർ ടേണിംഗ് പോയിൻ്റ് USA കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിൽ ഈ മുസ്ലിങ്ങളൊക്കെ ഇവിടെ വന്ന് അവരുടെ നിയമങ്ങൾ ഒക്കെ നടപ്പാക്കാനായിട്ട് ശ്രമിക്കുന്നു, അവരുടെ രീതിയിൽ പിന്നെ അവരുടെ ജീവിത രീതി ഇങ്ങോട്ട് പകർത്താനായിട്ട് ശ്രമിക്കുന്നു എന്ന് ആക്ഷേപിക്കുകയുണ്ടായി. അതിനൊരു ഉദാഹരണമായിട്ട് അവർ ന്യൂജേഴ്സിയിലെ പാറ്റേഴ്സിനെ എടുത്തു കാട്ടി. അതൊരു മുസ്ലിം സിറ്റിയായി മാറിയിരിക്കുന്നു. അപ്പോൾ ന്യൂജേഴ്സി പാറ്റേഴ്സ് നമുക്ക് പലർക്കും അറിയാം, ന്യൂയോർക്കിനോടടുത്താണ്. നമ്മൾ പലരും ഇടയ്ക്ക് പോകുന്നതാണ്. പ്രധാനപ്പെട്ട കാരണം അവിടെ പ്രധാനപ്പെട്ട ഒരു സീറോ മലബാർ ചർച്ച് അവിടെയുണ്ട്, സെൻറ്റ് ജോർജ് സീറോ മലബാർ ചർച്ച് പാറ്റേഴ്സിൻ്റെ നടുവിൽ. അപ്പോൾ ആ ചർച്ചിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഗ്രോസറി സ്റ്റോറിൻ്റെ പേര് പലസ്തീൻ സ്റ്റോർ എന്നോ മറ്റാണ്, പലസ്തീൻ ഗ്രോസറി സ്റ്റോർ എന്നാണ്. അത് ഞാൻ നോട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അവിടെ ബാങ്ക് വിളിക്കാം, അവിടെ മുസ്ലിങ്ങൾ ധാരാളമായിട്ടുണ്ട്. അപ്പം അവിടുത്തെ മേയർ അതിനെപ്പറ്റി പറഞ്ഞത്, ഈ മുസ്ലിങ്ങളുള്ളതുകൊണ്ട് ആ സിറ്റി കൂടുതൽ മനോഹരമായിരിക്കുന്നു, കൂടുതൽ നല്ലതായിരിക്കുന്നു, ഞങ്ങളെല്ലാവരെയും വെൽക്കം ചെയ്യുന്ന ഒരു സ്ഥലമാണ്, ഞങ്ങൾക്ക് ആരോടും ഭിന്നതയും വെറുപ്പും ഇല്ല എന്നാണ് പറയുന്നത്. അത് കുഴപ്പമില്ല. പിന്നെ മുസ്ലിങ്ങൾ ബാങ്ക് വിളിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഭൂരിപക്ഷം ഉള്ളത് കൊണ്ടോ ഒരു പ്രശ്നവുമില്ല. ഇനി ശരീഅത്തിലോയും മറ്റും വരുന്നത് നമ്മൾ അനുകൂലിക്കുന്ന കാര്യവുമല്ല. പക്ഷേ പിന്നെ ആരെയെങ്കിലും ഈ അന്യവൽക്കരിക്കുക, അന്യരാണ്, അവർ നമ്മുടെ ആളുകളല്ല, അവർ മാറി നിൽക്കണം എന്ന് പറയുന്നതിനോട് ഒരു കാരണവശാലും യോജിക്കാൻ ആവില്ല. മുസ്ലിങ്ങൾക്കെതിരെ പറയുമ്പോൾ നാളെ ഹിന്ദുക്കൾക്കെതിരെയും ഇന്ത്യക്കാർക്കെതിരെയും ഒക്കെ പറയും. അപ്പോൾ ഇതൊക്കെ പിന്നെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ തുടക്കം എവിടെ നിന്നെങ്കിലും ആയിരിക്കും. അപ്പോൾ ആ ഭിന്നിപ്പുണ്ടാക്കുന്നത് ഒരിക്കലും ശരിയല്ല. പക്ഷേ തെറ്റായ കാര്യങ്ങൾ തെറ്റാണെന്ന് തന്നെ പറയുകയും വേണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.